ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് കടന്നു ചെന്നാലും എവിടെയും എല്ലാവർക്കും പരാതികളാണ് നമ്മുടെ യുവജനങ്ങളെക്കുറിച്ച്. നമ്മൾക്ക് തന്നെ അറിയാം, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ 20, 22, 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, എത്രയോ ക്രൂരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇവിടെ ഒരു പിടി യുവാക്കൾ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. അവരുടെ ജീവിതം യേശുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ വലിയ സന്തോഷം, യേശുവിനെ പ്രതി അനുഭവിക്കുന്ന ആ സന്തോഷം കാണുന്നത് വളരെ ആഹ്ലാദജനകമായ കാര്യം തന്നെയാണ്. ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ മക്കളും കടന്നു വന്നത് സമ്മതത്തോടുകൂടി തന്നെയായിരുന്നു. വളരെ കാലമായി എൻ്റെ ഇടവകയിൽ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡറായി ഞാൻ പ്രവർത്തിക്കുകയാണ്. എൻ്റെ മക്കള് പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കണം, അവർ വിശുദ്ധിയോടുകൂടെ എന്നും നിലനിൽക്കണം. വിശുദ്ധിയോടുകൂടെ ദൈവം ഞങ്ങളെ അവരെ ഏൽപ്പിച്ചുവെങ്കിൽ ആ വിശുദ്ധിയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ തിരികെ സമർപ്പിക്കണം എന്ന വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ജീസസ് യൂത്തിലേക്ക് അവരെ വിളിച്ചപ്പോൾ സർവാത്മന അവരെ വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറായത്. ജീസസ് യൂത്തിൻ്റെ ഒരു വർഷത്തെ ഈ പരിശീലന പരിപാടിയിലൂടെ അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കാണുകയായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ ഒക്കെ അവർ മാറുകയായിരുന്നു. പ്രാർത്ഥിക്കുവാൻ അലസതയുള്ളവരായിരുന്നു, എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ അവർ ഉത്സാഹം കാണിക്കുന്നു. അവരുടെ സ്നേഹിതരെ പ്രാർത്ഥിക്കുവാൻ അവർ വിളിക്കുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് IMSൽ ഒരു പ്രോഗ്രാം ജീസസ് യൂത്ത് സംഘടിപ്പിച്ചപ്പോൾ എൻ്റെ ഇളയ മകളുടെ കൂട്ടുകാരെയൊക്കെ അവൾ വിളിച്ചു. അവരൊക്കെ കൂടെ മിക്കവാറും ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവരായിരുന്നു. പക്ഷേ പരീക്ഷയൊക്കെ അടുത്ത സമയമായതുകൊണ്ട് കുട്ടികൾ എല്ലാവരും തന്നെ പറഞ്ഞു, പറ്റില്ല ശില്പ, ഞങ്ങൾക്ക് പഠിക്കണം. ശില്പയ്ക്ക് വലിയ വിഷമമുണ്ടായി. അവൾ വീട്ടിൽ വന്ന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ നോക്കിക്കോ, അവളുമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ എന്നെ നോക്കിക്കോ, ഞാൻ കർത്താവിന് വേണ്ടിയാണ് സമയം കൊടുക്കുക. കർത്താവിന് ഞാൻ സമയം കൊടുക്കുമ്പോൾ കർത്താവ് എന്നെ എത്രയധികം ഉയർത്തുവെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക. നിങ്ങളുടെ മാർക്കും എൻ്റെ മാർക്കും പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് കൊള്ളുക. മതാധ്യാപന രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നു. ഈ കുട്ടികളുടെ ഈ കഴിവുകൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഇവര് കർത്താവായ യേശുക്രിസ്തുവിനെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുവാൻ, വളരെ മനോഹരമായി പകർന്നു നൽകുവാൻ പ്രാപ്തിയുള്ളവരാണ് ഈ മക്കള് എല്ലാവരും എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മക്കളൊക്കെ ആയിരിക്കണം അടുത്ത തലമുറയെ മതബോധനം നൽകേണ്ടുന്ന നല്ല അധ്യാപകരായി തീരേണ്ടവര്. ഇവര് സഭയ്ക്ക്, നമ്മളുടെ ഈ സമൂഹത്തിന് തീർച്ചയായും മുതൽക്കൂട്ടുകളായിരിക്കും. ഈ കുഞ്ഞുങ്ങള് ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും മാതാപിതാക്കളായ നമ്മളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് അവർക്ക് തീർച്ചയായും കൊടുക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ ലോകത്തില് ഏതെങ്കിലും കാര്യത്തിനൊക്കെ മക്കളെ അങ്ങോട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറഞ്ഞയക്കുക മാതാപിതാക്കൾക്ക് വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ്. 3-4 ദിവസമൊക്കെ അവരെ ഇങ്ങനെ യുവാക്കളുടെ കൂട്ടായ്മയിലേക്ക് വിട്ടുകൊടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. മാതാപിതാക്കള് ശരിക്കും ബോധ്യമുള്ളവരാണെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മക്കൾക്ക് ഈ തരത്തിലുള്ള ട്രെയിനിങ് നേടുവാനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം.